ലോകത്തിൽ ഒരുപക്ഷെ ആത്മഹത്യയുടെ കാര്യത്തിൽ മലയാളികളെ കവിച്ചു വെക്കാൻ മറ്റൊരു രാജ്യക്കാരും ഇല്ല എന്നുള്ള സ്ഥിതിയിലാണ്. ലൈഫ് ഓഫ് അറേബ്യ. മലയാളികളിൽ അധികവും പ്രവാസികളായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വെളിയിലുള്ള മലയാളികളുടെ ഇടയിലുള്ള ആത്മഹത്യ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് എന്തുകൊണ്ട് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ സമൂഹത്തിൽ വളരെ പ്രതീക്ഷയോടെ വന്ന് ആ പ്രതീക്ഷക്കനുസരിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയുമൊക്കെ ഉള്ളതാണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു സാമൂഹിക വിഷയമാണ്. ഇവിടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയാം, ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരായ പ്രവാസികളാണ് മരണമടയുന്നതെന്നാണ് പല കണക്കുകളും ബോധിപ്പിക്കുന്നത്, അറിയുന്നത്. പ്രാദേശികമായുള്ള ആളുകളുടെ മരണത്തേക്കാൾ ഗൾഫ് രാജ്യങ്ങളിൽ വിദേശികളാണ് ആത്മഹത്യയെ പ്രാപിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ: ഒന്ന്, കടബാധ്യത, സാമ്പത്തികമായ പ്രശ്നങ്ങൾ. ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കടം വാങ്ങി അത് കൂടുതലായുള്ള ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷനിലാവുകയും പിന്നീട് അവർ ആത്മഹത്യയിലേക്ക് എത്തുന്നതുമാണ് കണ്ടുവരുന്നത്. രണ്ടാമത്തെ കാരണം മാനസികമായുള്ള പ്രശ്നങ്ങളാണ്. വിഷാദ രോഗവും ഒറ്റപ്പെടലുമൊക്കെയാണ് അവരിൽ കണ്ടുവരുന്നത്. അങ്ങനെ ഒറ്റപ്പെടുമ്പോൾ അവസാനം ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നി മരണത്തെ പ്രാപിക്കുന്നതാണ് കാണുന്നത്. ഇവിടെയാണ് സമൂഹത്തിൻ്റെ സാമൂഹ്യ ജീവിയായ നമുക്കൊക്കെ ഇടപെടാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളത്. ഒരാൾക്ക് അവരുടെ മാനസിക പ്രശ്നങ്ങൾ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായാൽ ഒരുപക്ഷെ ഒരു പരിധിവരെ അവരുടെ മാനസിക പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അത് തുറന്നു വെച്ചുകൊണ്ട് ലഘൂകരിക്കാൻ സാധിക്കും. നൂറുകണക്കിന് അസോസിയേഷനുള്ള മലയാളികളും ഇന്ത്യക്കാരും അത്തരത്തിൽ ആളുകളുടെ കാര്യങ്ങൾ കേൾക്കാൻ, ചെവി കൊടുക്കാൻ ഒരവസരം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ അസോസിയേഷനുകൾ മാറേണ്ടതുണ്ട്, ആളുകൾ മാറേണ്ടതുണ്ട്. നമുക്ക് ഒരു പുഞ്ചിരിയിലെങ്കിലും ആളുകളെ സഹായിക്കാൻ സാധിക്കും. സാമ്പത്തികമായി സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും തൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ള ബോധമാണ് ഒരുപക്ഷെ അസോസിയേഷനുകളിലും മറ്റുമൊക്കെ മെമ്പറായുള്ള ആളുകൾക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവരെ കേൾക്കാനും അവരുടെ മാനസികമായ ഒറ്റപ്പെടലുകൾ, വിഷാദ രോഗങ്ങൾ എന്നിവ ഇല്ലാതാക്കാനും സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നോർക്കയും ഗവൺമെൻറ്റും മുന്നോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി കുടുംബ ബന്ധങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബ പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ പണ്ടുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഉള്ളതുപോലെ പരിഹാരം കാണാൻ ആരുമില്ലാത്തപ്പോൾ സ്വയം അത് ഉള്ളിലൊതുക്കിക്കൊണ്ട് ഭാര്യയോ ഭർത്താവോ മക്കളോ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രവണതയാണ് കാണുന്നത്. ഇതിന് കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങൾ, മതപരമായ അവരുടെ വിശ്വാസങ്ങൾ ഒക്കെ തന്നെ ആത്മഹത്യ ഒരു കുറ്റകരമാണ് എന്നുള്ള രീതിയിൽ അവരെ ബോധവൽക്കരിക്കേണ്ടതും ഇസ്ലാമിക പ്രിൻസിപ്പിൾ പ്രകാരം ഒരു രീതിയിലും സ്വയം ജീവനെടുക്കാനുള്ള അവകാശമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അത്തരം മതസ്ഥരുടെ ഇടയിലും ആത്മഹത്യയുണ്ട്. അപ്പോൾ മതത്തേക്കാൾ ഉപരി ജീവിത മൂല്യങ്ങളിൽ വിശ്വാസപരമായ കാര്യങ്ങൾ കുറച്ചുകൂടി കൊണ്ടുവന്ന് തൻ്റെ എല്ലാ കാര്യങ്ങളും കുടുംബത്തോട് പറയാൻ, അച്ഛനോട് പറയാൻ, അമ്മയോട് പറയാൻ, മക്കളോട് പറയാൻ നമുക്ക് അവസരമുണ്ടാക്കുന്ന രീതിയിൽ കുടുംബ ബന്ധങ്ങൾ കെട്ടുറപ്പുള്ളതാക്കലാണ് മറ്റൊരു മാർഗം ഇത്തരം കാര്യങ്ങൾ കുറക്കാനായിട്ടുള്ളത്. സാമൂഹികമായ സമ്മർദ്ദങ്ങൾ കൊണ്ട് പല രീതിയിലും എന്തൊക്കെയോ ആകണമെന്ന് ശ്രമിച്ചുകൊണ്ട് അതിനനുസരിച്ചാവാതെ എത്രയോ വലിയ രീതിയിലുള്ള വ്യവസായികൾ പോലും UAE പോലുള്ള രാജ്യങ്ങളിലടക്കം ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിച്ചത് നമ്മൾ കാണുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതല്ല, എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവനവനും അവൻ്റെ കുടുംബത്തിനും വേണ്ടി ജീവിക്കാൻ വേണ്ടി തയ്യാറായാൽ സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ജാടകളോ കാര്യങ്ങൾക്കോ നോക്കാതെ അവനെന്താണെന്നും അവനവൻ്റെ കഴിവുകൾ എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. ഇതൊരു പ്രസംഗത്തിലോ കാര്യത്തിലോ പറയേണ്ടതല്ല, ബോധവൽക്കരണത്തിലേക്ക് കൂടി വേണ്ടതാണ്. വലിയ വ്യവസായികളായ എത്രയോ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള പലരുടെയും ചലനമറ്റ ശരീരം നാട്ടിലേക്ക് കയറ്റി അയക്കുമ്പോൾ സാക്ഷിയാകേണ്ടി വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ഒരാളെ നിങ്ങൾ കണ്ടെത്തണം, അവരോട് തുറന്നു പറയണം.
പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഏത് രീതിയിലും ഒന്നിച്ച് മലയാളി സമൂഹം നിൽക്കാൻ തയ്യാറാണ്. നിമിഷപ്രിയയുടെ കേസിലും റഹീമിൻ്റെ കേസിലും ദിവസങ്ങൾക്കകം കോടികൾ ഒരു മലയാളികൾക്ക് സ്വരൂപിക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സമാധാനം തരാനും അതിന് പരിഹാരം കണ്ടെത്താനും സാധിക്കും. അത് തുറന്നു പറയണം. അവരെന്ത് വിചാരിക്കും, എൻ്റെ ഉള്ള അഭിമാനം പോകുമോ എന്ന് കരുതുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ജീവൻ പോകാതെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ജീവനേക്കാൾ വലുതല്ല നമ്മുടെ ദുരഭിമാനം എന്ന് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ ഒരു പരിധിവരെ നമുക്ക് ആശ്രയിക്കാവുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തിൻ്റെ സഹായം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. നൂറുകണക്കിന് അസോസിയേഷനുകളുള്ള, നൂറുകണക്കിന് സഹായ ഹസ്തങ്ങളുള്ള നാടാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ഭൂമിക. അവിടെ നിങ്ങളുടെ സ്വാന്തനങ്ങൾ, നല്ല വാക്കുകൾ പ്രളയത്തിന് കേരളത്തെ പിന്താങ്ങിയതുപോലെ നാട്ടിൽ വന്ന ദുരന്തങ്ങൾക്കും കൊറോണ കാലത്തും പ്രവാസികൾ സഹായിച്ചതുപോലെ നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് മാനസിക ആരോഗ്യമുള്ള സമൂഹത്തെയും സുഹൃത്തുക്കളെയും നമ്മുടെ ചുറ്റും ഉണ്ടാക്കാൻ ഉള്ളത്. ആത്മഹത്യ തോന്നുന്ന ഒരാൾക്ക്, അങ്ങനെ ഒരു പ്രവണതയുള്ള ഒരാൾക്ക് വിളിക്കാനുള്ള ഒരു ഫോൺ നമ്പറെങ്കിലും നിങ്ങളുടെ അസോസിയേഷനുകളിൽ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ പുണ്യപ്രവർത്തനമെന്നാണ് വിഭജികയുടെ അടക്കമുള്ള ഒരുപാട് ആത്മഹത്യകൾ നമ്മൾ കാണുന്നത്. ഒരു ചെറിയ കുഞ്ഞ്, 1.5 വയസ്സ് മാത്രമുള്ള ആ ഒരു കുഞ്ഞിൻ്റെ ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാക്കിക്കൊണ്ട് വിഭജിക അടക്കമുള്ള ആളുകൾ മരണത്തിലേക്ക് പോകുമ്പോൾ സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ നമുക്കും നമ്മുടേതായ ഉത്തരവാദിത്തമുണ്ട്. Life of Arabia.